ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവരാണോ നിങ്ങൾ കാൽപാദത്തിന്റെ തള്ളവിരലിൽ ഇടയ്ക്കിടയ്ക്ക് നീര് അനുഭവപ്പെടുന്നുണ്ടോ, അടിവയർ വേദന അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണുക. നിങ്ങൾക്കുള്ള പ്രശ്നം യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നതാകാം. അപ്പോൾ ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ ജി, ഓർത്തോ സർജനാണ്. അപ്പോൾ യൂറിക് ആസിഡ് എപ്പോഴാണ് ശരീരത്തിൽ കൂടുന്നത്? നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു കെമിക്കൽ ഉണ്ട്, പ്യൂരിൻ എന്ന് പറയുന്ന കെമിക്കൽ. അതിൻ്റെ മെറ്റബോളൈറ്റാണ് യൂറിക് ആസിഡ്. അപ്പോൾ ശരീരത്തിൽ പ്യൂരിൻ കൂടുമ്പോൾ ഈ യൂറിക് ആസിഡും സ്വാഭാവികമായി കൂടും. അപ്പോൾ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് റെഡ് മീറ്റ്, ബീഫ്, ഫിഷ്, ലിവർ അത് കൂടുതൽ കഴിക്കുന്നവരിലെ, പിന്നെ ആൽക്കഹോളിസം അത് കൂടുതലുള്ളവരിലെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതൽ കുടിക്കുന്നവരിലൊക്കെയാണ് ഈ പ്യൂരിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്യൂരിൻ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടുള്ള കിഡ്നി രോഗമുള്ളവരിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഡയബറ്റീസ്, അമിതവണ്ണം പോലുള്ളവരിൽ മെറ്റബോളിസം കൂടുതലായിരിക്കും, അവരിലും ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണും. അപ്പോൾ യൂറിക് ആസിഡ് കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂരിഭാഗം പേരിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കില്ല. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ യൂറിക് ആസിഡ് കൂടുതലുണ്ടെന്ന് അറിയുക. അപ്പോൾ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അത് ജോയിൻറ്റിലെല്ലാം പോയി അടിയാം, അത് ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ സംഭവിച്ച് പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് കാൽപാദത്തിലെ ഈ തള്ളവിരലിൻ്റെ ഭാഗത്തായിട്ട് നീര് വരികയും റെഡിഷ്നെസ് വരികയും അസഹനീയമായ വേദന വരികയും നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതിനെയാണ് അക്യൂട്ട് ഗൗട്ട് എന്ന് പറയുന്നത്. ചിലരിൽ അത് കിഡ്നി സ്റ്റോൺസ് ആയും അടിവയറ്റിൽ വേദന വന്നിട്ടും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഡിഫോമിറ്റി, കിഡ്നി പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറെ പോയി കാണുക. പെട്ടെന്ന് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ഡ്രഗ്സ് നിങ്ങൾക്ക് മരുന്നുകൾ ആവശ്യം വരും. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, അതെല്ലാം കുറയ്ക്കുക. ആൽക്കഹോളിസം കുറയ്ക്കുക, ഡയബറ്റീസും അമിതവണ്ണവും എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ യൂറിക് ആസിഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യൂ. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തട്ടെ. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ ജി നാളെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളെ കാണാൻ വരുന്നതാണ്.